കഴിഞ്ഞ ദിവസം മോദി സർക്കാർ ACC പ്രഖ്യാപിച്ചതു മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഉയരുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപായി ഭാരതത്തിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ളവർക്ക് ഭാരത പൗരത്വം നൽകുന്നതിനുള്ളതാണ് 2019 പൗരത്വ നിയമ ഭേദഗതി നിയമം. ഈ ബില്ല് 2019 ഡിസംബറിൽ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കി. ഇന്നിതാ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പൗരത്വ നിയമം 1955 മൂന്നാം പട്ടികയിൽ മാറ്റം വരുത്തി മുൻപറഞ്ഞ 6 സമുദായങ്ങളിൽപ്പെട്ട അപേക്ഷകർക്ക് നാച്ചുറലൈസേഷൻ വഴി പൗരത്വത്തിന് അർഹത നൽകിയിരിക്കുകയാണ് ഈ ഭേദഗതി വഴി. 11 വർഷം എന്നത് 5 വർഷത്തെ താമസ കാലാവധിയെന്ന് മാറ്റുകയും ചെയ്തു. ഏത് വർഷമാണ് ഭാരതത്തിൽ വന്നത് ആ തീയതി മുതൽ പൗരത്വം നൽകുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭേദഗതി പൗരത്വം നൽകാനുള്ളതാണ്, പൗരത്വം റദ്ദാക്കാനുള്ളതല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം മൂലം ഭാരതത്തിൽ വന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി ശാശ്വത ആശ്വാസം നൽകാനുള്ളതാണ് ഈ നിയമം. ഈ 3 രാജ്യങ്ങളിലും ഇസ്ലാം മതം രാഷ്ട്രത്തിന്റെ മതമായി പ്രഖ്യാപിച്ചതുമാണ്. ഇവിടെ മതേതരത്വം ഇല്ല. അതിനാൽ ന്യൂനപക്ഷമായ മുൻപറഞ്ഞ 6 മതവിഭാഗങ്ങളും നിരന്തരം പീഡനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സംരക്ഷണം നൽകുകയാണ് 2019 നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വയം പ്രഖ്യാപിത മുസ്ലിം മതരാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരക്രമവും ഒരു മതസ്ഥരിൽ നിന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അവിടങ്ങളിൽ നിന്ന് മതപീഡനം മൂലം ഒരു മുസ്ലിമിനും പലായനം ചെയ്യേണ്ടി വരില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവരുടെ പേര് ഈ നിയമങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. മുസ്ലിം രാജ്യങ്ങളും അയൽ രാജ്യങ്ങളുമായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിശ്വാസികളായവർ മതപീഡനത്തിനിരയായി പലായനം ചെയ്ത് അഭയാർത്ഥികളായി വന്നിട്ടുള്ളവർക്ക് പൗരത്വം നൽകുകയാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മതം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചാൽ ആ മതക്കാർക്ക് മതപീഡനം ഒരിക്കലും അവിടെ അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അവർക്കൊരിക്കലും മതപീഡനം മൂലം അഭയാർത്ഥികളായി മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടിയും വരില്ല. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കൂടാതെ 2019 പൗരത്വ നിയമ ഭേദഗതി നിയമം ഭാരതത്തിൽ ഇപ്പോഴുള്ളവരെ ഒരു തരത്തിലും ബാധിക്കില്ല. മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന തരത്തിൽ ഇതിൽ ഒരു വാക്കുപോലും ഇല്ല എന്നതാണ് സത്യം. ഇതിൽ ഒരിടത്തും ഭാരതത്തിൽ നിലവിലുള്ളവരുടെ പൗരത്വം റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ നിയമം ആരുടെയും പൗരത്വം റദ്ദാക്കാനുള്ളതല്ല, മറിച്ച് പൗരത്വം നൽകാനുള്ളതാണ്.